ഏവർക്കും വന്ദനങ്ങൾ. ഈ പുതിയ ദിവസവും കർത്താവ് നൽകുന്ന ആലോചന നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും എന്ന് വീണ്ടും ആശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണ് മത്തായി സുവിശേഷം 14:22 മുതലുള്ള വാക്യങ്ങൾ പങ്കുവെക്കുന്നത്. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ശീമോൻ പത്രോസിന്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും അക്കരയ്ക്ക് പോകാൻ യാത്ര ആരംഭിച്ചു. നാം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ കാറ്റും കടലും ഒന്നാകെ ഈ യാത്രയ്ക്ക് പ്രതികൂലമായി മാറി. രാത്രിയുടെ എല്ലാ യാമങ്ങളിലും അവർ നന്നായി അധ്വാനിക്കുകയും ഈ പടകിനെ നിയന്ത്രിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച കർത്താവ് അവർ തണ്ടു വലിച്ച് കുഴയുന്നത് കണ്ടു. അവരുടെ അധ്വാനം, ഈ രാത്രിയിൽ അവർ ഉയർത്തുന്ന നിലവിളി യേശു മലമുകളിൽ ഇരുന്ന് അത് കണ്ടു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ ഏകാന്തത, നിങ്ങളുടെ നിലവിളി, നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അക്കരയ്ക്ക് പോവാൻ ആജ്ഞാപിച്ചവന് നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ, അതിനെയും നിയന്ത്രിക്കുവാൻ യേശു ശക്തനാണ്. ഈ വിഷയത്തിൽ നാം ആദ്യം പഠിക്കുന്നത്, നമ്മുടെ രക്ഷകനായ കർത്താവിന് സകല സൃഷ്ടികളുടെ മേലും അധികാരമുള്ളവനാണ്. നാം ഇവിടെ കാണുന്നു, ശിഷ്യന്മാർ മറുകര കാണാതെ എല്ലാവരും കൂട്ട നിലവിളിയാണ്. അവർക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെല്ലാവരും ഈ രാത്രിയിൽ ഈ കടലിൽ അവസാനിക്കും, ഞങ്ങൾ ആരും മറുകര എത്തത്തില്ല, ഞങ്ങളുടെ അധ്വാനം ഇവിടെ തീരാൻ പോകുകയാണ്. കാരണം തലയ്ക്ക് മീതെ തിരമാലകൾ പായുകയാണ്. ഈ കടലിന്റെ കോപത്തിരകൾ വാവുളർന്ന് വിഴുകുമാറ് എന്ന ക്രമത്തിൽ പടകിന് മീതെ ഉയർന്നു താഴ്ന്ന അവസ്ഥകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം വായിച്ച വാക്യം 30-ാമത്തെ വാക്യമാണ്. അവിടെയും പത്രോസ് നിലവിളിക്കുന്നു, പടകിലിരുന്ന് നിലവിളിക്കുന്നു. പടകിലിരിക്കുന്ന നിലവിളി ഒന്ന്, യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലകളിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ച് തിരുമാലകളെ അമർച്ചയായി അടങ്ങുവാൻ കൽപ്പിച്ച് ഞങ്ങളുടെ യാത്രയെ സുഗമമാക്കി മുന്നോട്ട് നയിക്കുവാൻ കരുത്തനായവൻ അമരത്ത് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാം എന്ന് പത്രോസിന് ഉറപ്പുണ്ടായിരുന്നു. യേശു പടകിലില്ലാത്തതിൻ്റെ ഒരു നിലവിളി. യേശു ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ യേശുവിന് കഴിയും. പെട്ടെന്നൊരു ഭാരം അതവരെ മരണഭീതിയിലേക്ക് എത്തിച്ചു. അടുത്ത നിലവിളി. ശിഷ്യന്മാരുടെ വിശ്വാസം അരിമനാഥൻ വരുമെന്ന് ഉള്ളതല്ല, ഗുരു അവരുടെ അവസ്ഥ കണ്ട് അവരെ രക്ഷിക്കാൻ രാത്രിയുടെ 4-ാം യാമത്തിൽ എത്തിച്ചേരും എന്നുള്ളതല്ല അവരുടെ പ്രത്യാശ, അവരുടെ ഉറപ്പ്. യേശു വരുന്നതിനേക്കാൾ മുമ്പേ ആദ്യം വെളിപ്പെടുന്നത് ഭൂതമാണ്. നമ്മുടെ കടലിൽ ഒരു ഭൂതം വരും. ഇത്രമാത്രം ഇത് ഭൂതമാണെന്ന് പറയാൻ തക്കണം. ഭൂതത്തെ നേരത്തെ പരിചയമുണ്ടോ, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പത്രോസ് തിരിച്ചറിഞ്ഞു, ഒരിക്കലും യേശു വരികയില്ല. യേശു വരുന്നതിന് മുമ്പേ വരുന്നത് ഭൂതമാണ്. ഇപ്പോൾ സത്യം തിരിച്ചറിയാതെ, യാഥാർത്ഥ്യം തിരിച്ചറിയാതെ, രക്ഷകനെ അറിയാതെ, കേവലം വിദ്യയായ ധാരണയിൽ വെച്ചുകൊണ്ട് തൻ്റെ ഒരു കേട്ടുകേൾവി അല്ലെങ്കിൽ ഒരു കടങ്കഥ പോലെ രാത്രിയിൽ വെളിപ്പെടുന്ന ഭൂതത്തെ ആണ് യേശുവിന് പകരമായി ഇപ്പോൾ യേശുവിന്റെ സ്ഥാനത്ത് ശീമോൻ പത്രോസ് ദർശിക്കുന്നത്. ഒരു അസത്യമായ, ഒരിക്കലും അവിടെ പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഭൂതമുണ്ടെന്നുള്ള ഉറപ്പാണ് ഇപ്പോഴത്തെ നിലവിളിക്ക് കാരണം. 3-ാമത്തെ നിലവിളി യേശുവാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി. കാരണം കടലിൽ മീതെ നടക്കുവാൻ കർത്താവിന് കഴിയും എന്ന് പത്രോസിന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം ശിഷ്യന്മാർ സഞ്ചരിച്ച വള്ളത്തെ കൂറ്റൻ തിരമാലകൾ അമ്മാനമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ തിരകൾ നമ്മുടെ രക്ഷകന്റെ തൃപ്പാദങ്ങൾക്കിടയിൽ കരിമ്പാറ പോലെ ഘനീഭവിച്ച് നിൽക്കുന്നു. കാരണം ആ പാദങ്ങൾക്കുടമ സർവശക്തനായ ദൈവപുത്രനാണ്. എത്ര ശക്തമായ കൊടുങ്കാറ്റ് പോലും അവിടുത്തെ കാൽപാദങ്ങൾക്ക് കീഴിലുള്ള വെള്ളത്തെ ചലിപ്പിക്കാനാവുകയില്ല. കാരണം അത് ശാശ്വത പാറയായ രക്ഷകന്റെ തൃപ്പാദങ്ങളാണ്. നമ്മുടെ ബലഹീനവും ഇടുങ്ങിയതുമായ മനസ്സുകൾക്ക് പ്രകൃതാതീതമായ ഈ കാഴ്ചയുടെ അനന്തത ഉൾക്കൊള്ളുവാനാവുന്നതല്ല. പ്രിയരെ, ഏവരും ഭയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു ഇപ്പോൾ വെള്ളത്തിന് മീതെ നിൽക്കുന്നത്. ഏത് വെള്ളം? ശിഷ്യന്മാരുടെ തലയ്ക്ക് മീതെയുടെ ഉയർന്നു പോകുന്ന വെള്ളത്തെ യേശു കാൽ കീഴാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആ പ്രശ്നം യേശുവിന്റെ കാൽ കീഴെയാണ്. കുറച്ചു മുമ്പ് വരെയും ഈ പ്രശ്നം പത്രോസിന്റെ തലയ്ക്ക് മീതെയായിരുന്നു. ഇപ്പോൾ അതേ പ്രശ്നത്തെ യേശു കാൽ കീഴാക്കി മുൻപോട്ട് പോകുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ അത്ഭുതം. മാംസവും രക്തവുമുള്ള ഒരു ശരീരത്തിന് ഒരിക്കലും വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുവാൻ കഴിയുന്നതല്ല. കാരണം ആദിയിൽ ജലത്തെ സൃഷ്ടിച്ചവന് അതിന് മീതെയും കൂടെ നടക്കുവാനും കഴിയുമെന്ന് ശിഷ്യന്മാർ ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വെള്ളത്തിന് ഉടമസ്ഥന് അല്ലെങ്കിൽ സൃഷ്ടിതാവിന് തിരകൾക്ക് മീതെ നടക്കണമെന്ന് ആഗ്രഹമുള്ള കാലത്തോളം വെള്ളം അവിടെ പാറ പോലെ ഉറച്ചു നിൽക്കും. അതാണ് വസ്തുത. യേശുവാണെന്ന് തിരിച്ചറിവ് ശീമോൻ പത്രോസിനെയും പടകിൽ നിറങ്ങുവാൻ പ്രേരിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഞങ്ങളെ അക്കരെ എത്തിക്കണമെന്നല്ല ആവശ്യപ്പെടുന്നത്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാനിവിടെ അങ്ങോട്ട് വരുവാൻ കൽപ്പിക്കണം. ഇപ്പോൾ പത്രോസിന് ഇളകി മറിയുന്ന പടകോ ഈ കൊടുങ്കാറ്റോ
കടലിനെ ഇളക്കുന്ന വൻതിരകളോ മുങ്ങുമാറാക്കുന്ന ഈ വെള്ളത്തിന്റെ ശക്തിയോ ഒന്നും ശിമോൻ പത്രോസിന് വിഷയമല്ല. അതേ വെള്ളത്തിന് പുറത്ത് തനിക്ക് കാലുവെക്കണം. പത്രോസ് വെള്ളത്തിൽ കാലുവെച്ചാലും താഴോട്ട് പോകും. പക്ഷെ എന്നിട്ടും കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വെള്ളത്തിന് മീതെ നടക്കണം. ഉടനെ യേശു കർത്താവ് തിരിച്ചുള്ള മറുപടി, ബാക്കി 11 ശിഷ്യന്മാർക്കും ആഗ്രഹമില്ലാത്തത് നീ ആഗ്രഹിക്കുന്നു, അവരാരും ആവശ്യപ്പെടാത്തത് നീ ആവശ്യപ്പെടുന്നു. മറ്റാർക്കും ഇല്ലാത്തൊരു അപേക്ഷ നിനക്ക് മാത്രമോ? മറ്റെല്ലാവരും സുരക്ഷിതമായി ഈ വള്ളത്തിൽ തുടരുമ്പോൾ ഇതൊരു എടുത്തുചാട്ടമല്ലേ? ഇതൊരു അത്യാഗ്രഹമല്ലേ? ദൈവപുത്രനൊത്തവണ്ണം നിനക്കും വെള്ളത്തിന്മേൽ നിൽക്കുവാൻ കഴിയുമോ എന്നുള്ള മറു ചോദ്യങ്ങളൊന്നും അരുമനാഥൻ ശിമോനോട് ചോദിച്ചില്ല. അവന്റെ ആഗ്രഹത്തോട് ചേർന്ന്, അവന്റെ വിശ്വാസത്തോട് ചേർന്ന്, അവന്റെ താല്പര്യത്തോട് ചേർന്ന് കർത്താവ് ഇപ്രകാരം പറയുന്നു, പത്രോസേ നീ വരിക. അവിടെ സാഹചര്യമോ പ്രതികൂലമോ പ്രശ്നങ്ങളോ കാറ്റോ ബാക്കിയുള്ള 11 ശിഷ്യന്മാർ പടകിൽ സുരക്ഷിതമായി ഇരിക്കുന്നതോ ഒന്നും വിഷയമല്ല. വരിക എന്നുള്ള ഒറ്റ വാക്ക്, ആ വാക്കിൽ മുൻപോട്ട് നോക്കിയാൽ ജീവന്റെ നായകനായ ക്രിസ്തുവും, സാഹചര്യം നോക്കിയാൽ താഴെ മരണവും. അതാണ് നാം വായിച്ച 30ാമത്തെ വാക്യത്തിലെ നിലവിളി. അവൻ കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങിയാൽ നിലവിളിച്ചു. ഇപ്പോൾ പത്രോസ് വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. കാരണം കണ്ടത് യേശുവിനെയല്ല, കാറ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാറ്റിനെ കാണുന്നവൻ മുങ്ങാൻ തുടങ്ങുന്നു. യേശുവിനെ കാണുന്നവൻ മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴും യേശുവിൻ്റെ കയ്യെത്തും ദൂരത്താണ് പത്രോസ്. ശാസനയ്ക്ക് മുമ്പായി രക്ഷകൻ കരം നീട്ടി പത്രോസിനെ പിടിച്ചു. അവിടെ യേശു ശിമോനോട് ചോദിക്കുന്നത്, നീ നന്നായി തുടങ്ങി, പക്ഷെ അവസാനിപ്പിച്ചില്ല, ആഗ്രഹം പൂർത്തീകരിച്ചില്ല. തുടങ്ങിയത് വിശ്വാസത്തിൻ്റെ കാൽച്ചുവടായിരുന്നു, ആരംഭിച്ചത് വിശ്വാസത്തിൻ്റെ നല്ല സ്റ്റെപ്പുകളായിരുന്നു. പക്ഷെ അവസാനിപ്പിച്ചപ്പോൾ സാഹചര്യം, കാറ്റ്, പ്രതികൂല വിഷയങ്ങൾ, മറ്റു പലതും, നാം കാണാത്ത പലതും പത്രോസ് കണ്ടു. അവിടെ നേരിട്ട് കാറ്റ് കണ്ട്. എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണോ? വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ടുകളാണോ? കടബാധ്യതകളാണോ? പ്രശ്നങ്ങളുടെ വലിപ്പമാണോ? ദാരിദ്ര്യമാണോ? പട്ടിണിയാണോ? സകലവും എനിക്ക് പ്രതികൂലമെന്ന് യാക്കോബ് പറഞ്ഞ പോലെ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളാണോ? എന്താണ് നാം കാണുന്നത്? നിങ്ങൾ കാണുന്നത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് വളരുവാൻ കഴിയുകയില്ല. കാറ്റ് കണ്ടാൽ പിന്നെ നിങ്ങൾ താഴോട്ട്, വെള്ളത്തിലേക്ക്, അതിൻ്റെ താഴ്ചയിലേക്ക്, അത് മരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവശബ്ദം കേട്ട് തന്നെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു തരും. അവിടുന്ന് അവർക്ക് വേണ്ടി അസാധ്യമായി കണക്കാക്കുന്ന കാര്യങ്ങൾ പോലും നടപ്പിൽ വരുത്തും. പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിശോധനകളും നേരിടുന്ന പരീക്ഷാ സമയത്ത് പോലും തൻ്റെ ഭക്തരെ പരിപാലിക്കുവാൻ രക്ഷകൻ ഒപ്പമുണ്ടാകും. അവിടുത്തെ ദിവ്യ സഹായം കൂടാതെ പ്രശ്നങ്ങളെ അതിജീവിക്കാനൊന്നും ബലഹീനരായ വിശ്വാസികൾക്ക് കഴിയുന്നതല്ല. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനർത്ഥം സംഭവിക്കാതെ തീയിലും വെള്ളത്തിൽ കൂടിയും കടത്തുവാൻ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആയതിനാൽ വരിക എന്ന കർത്താവിൻ്റെ വാക്ക് ഇന്ന് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. ആ വാക്കിന്, ആ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ശക്തി നോക്കിയിട്ടോ, കഴിവ് നോക്കിയിട്ടോ, പ്രാപ്തി നോക്കിയിട്ടോ, അറിവിലോ ബുദ്ധിയിലോ അല്ല ഈ വാക്ക് കർത്താവ് നിങ്ങളോട് പറഞ്ഞത്. അത് പറഞ്ഞവൻ്റെ വലിപ്പമാണ്. അവിടെ നിങ്ങൾക്ക് ലേശം പോലും ഒരു ഭയമോ സംശയമോ അവിശ്വാസമോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഈ അവിശ്വാസത്തിന് ശാസനകളുണ്ട്, ഈ സംശയത്തിന് ശിക്ഷയുണ്ട്. വീണ്ടും ശിമോന്റെ നിലവിളി, ഇനിയും എന്നെ രക്ഷിക്കണേ എന്നാണ്. പടകിൽ 11 പേരും സുരക്ഷിതമായി നിലവിളിക്കാതിരിക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ ഉയർന്നു കാണും, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ സംഭവിക്കണം. ഞങ്ങൾ സുരക്ഷിതമായി പടകിൽ ഇരിക്കുമ്പോഴും വെള്ളത്തിന് മീതെ നടക്കാൻ പോയതാണ്. പക്ഷേ പ്രിയമുള്ളവരെ, യേശുവിന് ശേഷം ഈ കടൽമേൽ നടന്ന അടുത്ത വ്യക്തി ശിമോൻ പത്രോസ് മാത്രമേ ഉള്ളൂ. ആർക്കും പരാജയങ്ങൾ സംഭവിക്കാം, വീഴ്ചകൾ സ്വാഭാവികമാണ്, നോട്ടം തെറ്റാം, ജീവിതത്തിൽ പോരായ്മകൾ സംഭവിക്കാം. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഭയത്തെ മാറ്റി, സംശയത്തെ മാറ്റി, അല്പവിശ്വാസത്തെ മാറ്റി വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വിശ്വാസത്തിന് നായകനായ യേശുവിനെ കഴിയും. യേശു കർത്താവ് ശിമോനെ യഥാർത്ഥത്തിൽ വെള്ളത്തിൽ നിന്നല്ല പൊക്കിയത്, അവൻ്റെ സംശയത്തിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, അല്പവിശ്വാസത്തിൽ നിന്ന് കർത്താവ് ഉയർത്തുകയാണ്. അതെ, ഇന്ന് പലകാലം നമ്മയും അപ്രകാരം ഉയർത്തുന്ന ഒരു കർത്താവ്. നിങ്ങൾ വീണുപോകാൻ, തീർന്നു പോകുവാൻ, അവസാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ശക്തരായി തീരാം. യേശുവിനെ മാത്രം നോക്കാം. ഈ പ്രതികൂലങ്ങളുടെ സാഗരങ്ങളിൽ ജയിച്ചു മുന്നേറുവാൻ സർവശക്തൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.